എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അവളെ വിവാഹം ചെയ്തത്. ഓഹോ, അപ്പൊ രണ്ടുപേരും ചേർന്നുള്ള കളിയായിരുന്നു ഞങ്ങളെ വിട്ടികളാക്കാൻ. ഞാൻ ആരെയും വിട്ടികളാക്കിയിട്ടില്ല. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നില്ലേടാ? നിന്നെ പെറ്റ തള്ളയല്ലേ ഞാൻ. അങ്ങനെ പറയാൻ മാത്രമുള്ളൊരു വിശേഷമായി എനിക്കത് തോന്നിയിട്ടില്ല. സത്യാവസ്ഥ അറിഞ്ഞപ്പോ അവൾ നിരപരാധിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഓ, സത്യാവസ്ഥ? നീ മാത്രം വിശ്വസിക്കുന്ന ഒരു സത്യാവസ്ഥ ആര് വിശ്വസിക്കുന്നതൊക്കെ? വേണ്ട, ആരും വിശ്വസിക്കണ്ട. എനിക്ക് എന്നെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാ ഞാൻ അവളെ വിവാഹം ചെയ്തത്. എന്ന് പറഞ്ഞാ മറ്റൊന്നും ആലോചിക്കാതെയുള്ള ഒരു ത്യാഗം ചെയ്യലായിരുന്നു സാരം. ആർക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ ഈ നിമിഷം വരെ അവൾക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു ത്യാഗമായിരുന്നു ആ വിവാഹം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു ത്യാഗമായിരുന്നു അത്. ഒരു സുപ്രഭാതത്തിൽ കിട്ടുന്ന 3 ലക്ഷം രൂപയും 100 പവനും ഒരു ചെറിയ തുകയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ മാത്രമല്ലല്ലോ, താഴെ 2 കാര്യങ്ങളും ഞാൻ നോക്കണ്ടേ. അതിനുവേണ്ടി ഞാൻ ഈ ത്യാഗം ചെയ്തത്. അതിനു വേണ്ടി എന്റെ മോൻ ഇങ്ങനൊരു വിഴുപ്പ് പാണ്ട ചുമലിലേറ്റേണ്ടിയിരുന്നില്ല. ഭാരം തോന്നാത്തോടത്തോളം കാലം ചുമലിരിക്കുന്ന വിഴുപ്പാണോ വിശുദ്ധിയാണോ എന്ന് ഞാൻ ആലോചിക്കാറില്ല. പക്ഷേ ഞങ്ങൾക്ക് ആലോചിക്കണമല്ലോ. നീ ഈ പറയുന്ന നിന്റെ ഈ കുടുംബത്തിന് കെട്ടിച്ചേക്കാൻ ഇനി 2 കൂടിയുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇതൊരു പ്രശ്നമാവാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ വിശ്വാസവും ബോധ്യപ്പെടലും ഒക്കെ നിന്റെ മാത്രം ഒരു പ്രശ്നമാവാതെ പോകുന്നത് ഇവിടെയൊക്കെയാ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചപ്പോ അതൊന്നും നീ ആലോചിച്ചില്ല. അവിടെയാ നിനക്ക് തെറ്റുപറ്റിയത്. ഈ ഒരു തെറ്റിന് എന്ത് ശിക്ഷയാണാവോ ഞാൻ ഏറ്റുവാങ്ങേണ്ടത്? വിധിക്കാം. എനിക്ക് എന്റെ മക്കളുടെ ഭാവിയാണ് വലുത്. സന്തോഷവും സമാധാനം നിറഞ്ഞൊരു ജീവിതമാണ് അവർക്ക് ആവശ്യം. അതിന് തടസ്സം നിൽക്കുന്ന യാതൊന്നും ഇവിടെ ഉണ്ടാവരുത്. അതിന് ഞാൻ അനുവദിക്കില്ല. മനസ്സിലായില്ല? മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ കല്യാണം ഇനി ഇവിടെ വേണ്ട. നീ എന്തോ ഒന്നും പറയാത്തത്? അവളെ നിമിഷം ഇവിടെ ഇറക്കി വിടണം. സാധ്യമല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അമ്മ നേരത്തെ പറഞ്ഞല്ലോ, മക്കളുടെ ഭാവിയിൽ ആശങ്കയുള്ള അമ്മയുടെ ജീവിത ലക്ഷ്യം. ഇപ്പൊ ഈ വീട്ടിലെ കുടുംബനാഥൻ എന്ന നിലയ്ക്ക് അക്കാര്യത്തിൽ അമ്മയെക്കാളുടെ ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതെനിക്ക് നിറവേറ്റാൻ പണം വേണം. അത് ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ഭാര്യയെ പോറ്റാനുള്ള കൂലിയായിട്ടാ. കൂലി വാങ്ങിയിട്ട് ജോലിയായിരിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല. അതുകൊണ്ട് കല്യാണി ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല.
വക്കീലും വരൂ. എന്തായോ വക്കീലെ കാര്യങ്ങള്? നമുക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റ്സും രേഖകളും ഇതിലുണ്ട്. അച്ഛൻ നോക്കി. എനിക്കിതൊന്നും കണ്ടാ മനസ്സിലാവത്തില്ല. താൻ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് തെളിച്ചു പറ. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് പ്രൊഫസർക്ക് നേരെ വധശ്രമം നടന്ന സമയത്ത് പ്രതിയായ വില്യം മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നു. അക്കാലത്ത് നടന്ന ചികിത്സാ രീതികൾ, ഉപയോഗിച്ച മരുന്നുകൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. ഇത് ഏക്കോടെ വക്കീലേ? പിന്നെ ഏൽക്കാതെ, ഇത് വകുപ്പുള്ള കേസാച്ചാ. മനുഷ്യന് ഭ്രാന്ത് വന്ന പിന്നെ എന്തോ ചെയ്യാനാ? അവന് തോന്നിയതുപോലെ അവൻ ചെയ്തെന്നിരിക്കും. ചിലപ്പോ തല്ലിയെന്നിരിക്കും, ചിലപ്പോ കൊന്നെന്നിരിക്കും. അതിനൊക്കെ അവരെ ശിക്ഷിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്ത് ഭ്രാന്തന്മാരെ കാണില്ലല്ലോ. അങ്ങനെ വരുമ്പോ അവരെ ശിക്ഷിക്കുകയല്ല, ചികിത്സിച്ച് രോഗം ഭേദമാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് വകുപ്പ്. പക്ഷേ അത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കണമല്ലോ. ചുമ്മാ പറഞ്ഞുകൊണ്ടായില്ലല്ലോ. അതിനുള്ള വ്യക്തമായ രേഖകളാണ് ഇതിലുള്ളത്. അല്ല, ഇനിയിപ്പോ ഭ്രാന്താണെന്നും പറഞ്ഞ് ഭ്രാന്താശുപത്രിയിലെങ്ങാനും കൊണ്ടിടാൻ കോടതി വിധിക്കോടോ? അങ്ങനെയും പേടിക്കണ്ട. കാരണം കൃത്യമായ ചികിത്സ കൊണ്ട് പ്രതി ഇപ്പൊ നോർമൽ ആണെന്നതിനും തെളിവുണ്ട്. എന്നാലും എനിക്കെന്തോ അച്ഛൻ ഇങ്ങനെ വേവലാതിപ്പെടാതെ വകുപ്പും ചട്ടവും ഒക്കെ അനുസരിച്ച് കോടതി നീങ്ങൂ. കൃത്യമായ തെളിവുകൾ വേണം. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെന്നതാ? അതല്ല, ഇനി അത് കെട്ടിച്ചമച്ചതാണെന്നെങ്ങാനും കോടതി തെളിഞ്ഞ പിന്നെ 2 വർഷം എന്നുള്ളത് ജീവപര്യന്തമാവും. എന്റെ കർത്താവേ! അതിനച്ചായ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. ഇത് സർട്ടിഫൈ ചെയ്ത ഡോക്ടർ കെ ബാലകൃഷ്ണൻ പ്രസിദ്ധനല്ലേ? ഹൈക്കോടതിയല്ല, സുപ്രീം കോടതി വരെ അംഗീകരിക്കും. കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കും. എന്താ പോരെ? അല്ല, അങ്ങേരെ എങ്ങനെ ഒപ്പിച്ചെടുത്തടോ? അത് കരുണേട്ടന്റെ കഴിവാ. ചെറിയൊരു ബ്ലാക്ക് മെയിൽ അത്രേ വേണ്ടി വന്നോളൂ. അദ്ദേഹം അതിലങ്ങ് വീണു. പെണ്ണാ പുള്ളിയുടെ വീക്ക്നെസ്. അങ്ങേരടുത്ത് ചികിത്സയ്ക്ക് ചെന്ന 14കാരി പെൺകുട്ടിയുടെ ഗർഭത്തിന് അങ്ങേരാണ് ഉത്തരവാദി എന്നുള്ളതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഈ കാര്യം കാഹളം പത്രത്തിൽ ഒരു കോളം വാർത്ത കൊടുത്താൽ നാട്ടാരും മുഴുവൻ അറിഞ്ഞ് നാറ്റക്കേസാവൂന്ന് മാത്രമല്ല, കൂടും കുടുംബവും തകരില്ലേ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോ എന്താ വേണ്ടത് മറു ചോദ്യം ഇങ്ങോട്ട്. ഞാൻ നമ്മുടെ ആവശ്യം അങ്ങ് പറഞ്ഞു. ചെയ്യാതിരിക്കാൻ കഴിയുമോ? ചെയ്തു തന്നു. അതുകൊണ്ട് സാമ്പത്തികം വേണ്ടി വന്നില്ല. ആ, വിധി വരുമ്പോ അനുകൂലം ആവോടോ വക്കീലേ? എനിക്ക് നല്ല ഉറപ്പാച്ചായ വില്യമിനെ വെറുതെ വിടും. ഓ, ഇത് താൻ കുറച്ച് ആളോണ്ട് പറയുന്നതാ വെറുതെ വിടുമെന്ന്. ഇനി ആ പ്രൊഫസറെങ്ങാണ് ഇവിടെ കയറി എന്ത് ചെയ്യാനാ? അങ്ങനൊരു വിവരക്കേടൊന്നും അങ്ങനെ കാണിക്കയില്ല. ഇതുവരെ അവരുടെ ഭാഗത്തു നിന്നും ഒരു മൂവ്മെന്റും ഇല്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. ആ, നോക്കാം. ഹലോ അച്ചായ, ഞാനാ ചെറായി. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. അച്ചായ, ഞാനാ ചെറായി. ആ, എന്താടാ? ആ ശിവനെ കുറിച്ചൊരു വിവരം കിട്ടിയിട്ടുണ്ട് അച്ചായ. അവനിപ്പോ കുറച്ച് ദിവസമായിട്ട് ആ നരിമറ്റം കോളനിയില്ലേ, പാളയം മാർക്കറ്റിനടുത്തുള്ള അവിടെ ഒരു വീട്ടിലുണ്ടെന്നാ പറഞ്ഞത്. എന്താ വേണ്ടേ ചായ? ഉറപ്പാണോടോ നീ പറയുന്നേ? എനിക്ക് വളരെ വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞതാ, അതുകൊണ്ടാ. അവിടെ വരെ പോയിട്ട് പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചു വരരുത്. ഒന്ന് പോയി നോക്കാല്ലേ ചായ? താൻ പോവോ? അല്ല, ഞാൻ തനിച്ച്. ആ, നോക്കട്ടെ. താൻ തന്റെ വീട്ടിൽ നിന്നാ മതി. ചെറായ ശിവൻ ആ നരിമുറ്റം കോളനിയിൽ ഏതൊരു വീട്ടിലുണ്ടെന്ന്. അപ്പൊ അവൻ നാട് വിട്ടു പോയില്ലേ? ഉറപ്പില്ലടോ. ചെറായിയോട് ഏതോ ഒരുത്തം പറഞ്ഞിട്ടുള്ള അറിവാ. എന്തായാലും ഒന്ന് അന്വേഷിച്ചു നോക്കാം. എന്താ? താനൊന്ന് ചെല്ല്, ചെറായി വരും. അപ്പൊ അച്ചായനോ? ഞാനിപ്പോ പോയാൽ ശരിയാവില്ല. ആദ്യം ഇവർ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. അതല്ലേ കാരണം നല്ലത്? അതെ, തൽക്കാലം ഞാനും ചെറായി ഒന്ന് പോയിട്ട് വരാം. പിന്നെ കാര്യങ്ങളൊക്കെ വളരെ നയത്തിൽ വേണം. അറിയാലോ,
ഇനിയും പാളിപ്പോയാൽ അവനെ കിട്ടുകയല്ല. ശരിയാ. എന്നാ പിന്നെ ഞാനും അങ്ങോട്ട്. ആയിക്കോട്ടെ. സാറാമേ, എന്താ ഇച്ചായ? നമ്മുടെ ചെറായി വിളിച്ചിരുന്നപ്പോ ശിവനെ കുറിച്ചൊരു വിവരം കിട്ടിയെന്ന്. അവൻ ആ നരിമറ്റം കോളനിയിൽ ഏതോ ഒരു വീട്ടിലുണ്ടെന്ന്. ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും അവനറിയത്തില്ല. അവനോട് ആരോ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. എന്നാലൊന്ന് പോയി അന്വേഷിച്ചൂടെ? ആ, തൽക്കാലം ചെറായിയേയും കൂട്ടി കരണനോട് പോയെന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും പോയി നോക്കിയാൽ മാത്രം പോരാ, അച്ചായ നേരിട്ട് സംസാരിക്കണം. എന്താ അവന്റെ അഭിപ്രായം എന്നറിയാലോ. ആ, അതിനാദ്യം അവനവിടെ ഉണ്ടോ എന്നറിയട്ടെ. ഉണ്ടെങ്കിൽ പോയി കാണാൻ, കണ്ട് സംസാരിക്കാം. എടുത്ത തീരുമാനങ്ങളൊന്നും മാറ്റി പറയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. ഇല്ല, ഞാൻ എടുത്ത തീരുമാനങ്ങൾക്കൊന്നും ഇനി മാറ്റം ഉണ്ടാവില്ല. ഉറപ്പാണല്ലോ? അതെ. ഇനി അഥവാ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അറിയാലോ എന്റെ സ്വഭാവം. ഉറപ്പായിട്ടും പറഞ്ഞതാണല്ലോ അല്ലേ? അതെ. അതെ, ആ ബഷീറിന്റെ വീട് ഏതാ? ഈ കാണുന്ന. ഓ, ബഷീറേ, ബഷീറേ. പാപ്പ ഇവിടെ ഇല്ല. ശിവനുണ്ടാ? ഏത് ശിവൻ? ഇവിടെ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ശിവൻ. ഓ, ശിവണ്ണൻ. അങ്ങനെ ഒരു ശിവൻ നമ്മളോടൊപ്പം താമസിക്കുന്നല്ലോ സാറുമാരെ. കേറി പോടാകത്ത്. ചേട്ടനാണോ ഈ ബഷീർ? അതെ. ചേട്ടന്റെ വീട്ടിലുണ്ടെന്നാണല്ലോ അറിഞ്ഞത്. ഇവിടെ ശിവനും ഇല്ല കൃഷ്ണനും ഇല്ല. സാറുമാര് പോയട്ടെ. എങ്കിൽ പിന്നെ നമുക്ക് പോവാൻ ചെറായി. അല്ല, അപ്പൊ പിന്നെ ഈ കാശെന്ത് ചെയ്യും? ശിവന് കൊടുക്കണ്ടേ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഇവിടെ ശിവനും ഇല്ല കൃഷ്ണനും ഇല്ല. സാറുമാര് പോയട്ടെ. എങ്കിൽ പിന്നെ നമുക്ക് പോവാൻ ചെറായി. അല്ല, അപ്പൊ പിന്നെ ഈ കാശെന്ത് ചെയ്യും? ശിവന് കൊടുക്കണ്ടേ? ബഷീറിന്റെ കൊടുത്താലോ? അത് വേണോ? ശിവന്റെ കയ്യിലേ കൊടുക്കാവുള്ളെന്ന് അച്ചായൻ പ്രത്യേകം പറഞ്ഞല്ലേ കാശ് തന്നത്. ബഷീറിന്റെ കയ്യിൽ കൊടുത്താലും മതി എന്ന് അച്ചായൻ എന്നോട് പറഞ്ഞിരുന്നു. എന്നാ പിന്നെ കൊടു. അല്ല കരുണ, ഇങ്ങേർക്ക് ശിവനെ അറിയില്ലെന്നല്ലേ പറഞ്ഞത്? ഇനിയിപ്പോ നമ്മൾ അന്വേഷിക്കുന്ന ബഷീർ വേറെല്ലാവരായിരിക്കോ? ഈ കോളനിയിൽ ഈ ഒരു ബഷീറെ ഉള്ളെന്നല്ലേ ശിവൻ ഫോൺ ചെയ്തപ്പോ പറഞ്ഞത്. ആ, എന്നാ കൊടുത്തേക്കാം. അല്ലേ വേണ്ട, അച്ചായനോട് ഒന്നുകൂടെ ചോദിച്ചിട്ടാവാം. തരുന്നെങ്കിൽ താ സാറുമാരെ. ഞാനതെങ്കിൽ ശിവന് കൊടുത്താ പോരെ? ഏത് ശിവന്? നിങ്ങൾക്ക് ശിവനെ അറിയില്ലെന്നല്ലേ പറഞ്ഞത്? സുബ്രഹ്മണ്യം കൊണ്ടുവന്ന ശിവന്റെ കാര്യമല്ലേ സാറുമാരി പറയുന്നേ? സുബ്രഹ്മണ്യം? അതെ, ആ ശിവൻ തന്നെ. അവനവിടെ ഉണ്ട്. അവനിപ്പോ ഇവിടെ ഇല്ല. കാശ് തന്നാ വരുമ്പോ ഞാൻ അങ്ങ് കൊടുത്തേക്കാം. ഉറപ്പാണ്? ഉറപ്പ്. ആ, അല്ല, ശിവൻ എവിടെ പോയതാ? സുബ്രഹ്മണ്യം വിളിച്ചോണ്ട് പോയതാ. സാറാ കാശിക്ക് എന്നാട്ടെ. ഈ സുബ്രഹ്മണ്യൻ എവിടെ ഉണ്ട്? പുള്ളിക്കാരൻ ആ ഹോട്ടലിൽ കാണും, ഗൗരി ബന്ധന. എങ്കിൽ പിന്നെ അങ്ങോട്ട് ചെന്ന് ശിവനെയും സുബ്രഹ്മണ്യത്തെയും ഒരുമിച്ച് കാണാം. ഈ കാശും കൊടുക്കാം. അത് പോരോടോ? മതി. അല്ല സാറുമാരെ, ആ കാശിക്ക് എന്നാ ഞാനങ്ങ് കൊടുത്തേക്കാം. ഏത് കാശ്? താൻ കയറടോ. അച്ഛാ, കരുണനാ. ആ, എന്തായടോ, അവനെ കിട്ടിയോ? ഇല്ലച്ചാ, അവനിപ്പോ അവിടെ ഇല്ല.
കുറച്ചു ദിവസം മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരാ. പിന്നെ എവിടെ പോയി? അതറിയണമെങ്കിൽ നമ്മൾ ഒരാളെ കൂടി കാണണം. ശിവനെ ആ കോളനി കൊണ്ടുവന്ന് താമസിപ്പിച്ച ഒരു സുബ്രഹ്മണ്യത്തെ. സുബ്രഹ്മണ്യം അവനെവിടാ? ഇവിടെ അടുത്തൊരു ഹോട്ടലിലാ. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വാ. സുബ്രഹ്മണ്യത്തെ നമുക്ക് ഇന്ന് തന്നെ തപ്പാം. വരുമ്പോ ആ സിയെ കൂടെ കൂട്ടിക്കോ. ഓക്കെ? അയാള് പറഞ്ഞ അടയാളം വെച്ച് നോക്കുമ്പോൾ അവൻ തന്നെ ആയിരിക്കും സുബ്രഹ്മണ്യൻ. ആ നോക്കാം. വണ്ടിയിട്. അതെ, ഞാൻ തന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന സുബ്രഹ്മണ്യം. ഞങ്ങൾ അന്വേഷിക്കുന്നതോ? അത് തനിക്കെങ്ങനെ അറിയാം? അതല്ല എനിക്കറിയാ ചായ. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് കാത്തു കിടന്നത്. ഓ, താനപ്പോ അറിഞ്ഞുകൊണ്ട് വന്നുള്ള കിടപ്പാ. അവൻ വിളിച്ചറിയിച്ചു കാണും. എന്താ അവന്റെ ബഷീർ. പേര്? ആ, ബഷീർ. താനല്ലേ ആ ശിവനെ ബഷീറിന്റെ അരി കൊണ്ടാക്കിയത്? അല്ല എന്നാണ് എന്റെ ഉത്തരമെങ്കിൽ നിങ്ങൾ അതും കേട്ട് പോവുകയെ നിവർത്തിയുള്ളൂ. എങ്കിലും നിങ്ങളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കാം. ഞാനാണ് ശിവനെ ബഷീറിന്റെ വീട്ടിലാക്കിയത്. അവൻ ഇപ്പൊ എവിടെ ഉണ്ട്? താനെന്തിനാ ബഷീറിന്റെ വീട്ടിൽ അവനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചത്? എന്താ തനിക്ക് അവനുള്ള ബന്ധം? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഒറ്റയടിക്ക് ചോദിക്കല്ലേ സാറേ. ഒന്നുമില്ലെങ്കിലും സാറൊരു പോലീസല്ലേ. സാറിനെ എനിക്കറിയാം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനും സാറിൻ്റെതുപോലെ ഒരു തൊഴിലാ ചെയ്യുന്നത്. ആ കഥയൊക്കെ പിന്നീട് പറയാം. ഇപ്പോ സാറ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം: 1. ശിവൻ ഇപ്പോ എവിടെയുണ്ട്? ഉത്തരം: എനിക്കറിയില്ല. അവൻ ഇന്നലത്തെ ട്രെയിനിൽ ബോംബെക്ക് പോയി. അവിടെ എന്താണ് അവന്റെ ബന്ധങ്ങളെന്നോ എവിടേക്കാണ് അവൻ പോയതെന്നോ എനിക്കറിയില്ല. ചോദ്യം 2. എന്തിനാണ് ഞാൻ അവനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചത്? അവനൊരു ചെക്ക് കേസിൽ കുടുങ്ങി ആരോ ഫോളോ ചെയ്തിരുന്നു. എന്നോട് വന്ന് അഭയം ചോദിച്ചപ്പോ അങ്ങനെ പെട്ടെന്നാരും കണ്ടുപിടിക്കാൻ സാധ്യതയില്ലാത്ത, അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ ആർക്കും അത്ര പെട്ടെന്നൊന്നും ചെയ്യാനാവാത്ത എന്റെ ഒരു താവളത്തിൽ ഞാൻ അഭയം കൊടുത്തു. അങ്ങനെ അഭയം കൊടുക്കാൻ നീ ആരാ? എന്താ നിനക്ക് അവനുള്ള ബന്ധം? ബന്ധം ഒരു ചെറിയ പരിചയം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളെങ്കിൽ പിന്നെ താൻ എന്തിനാണ് അവനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചത്? അവൻ എന്റെ അടുത്ത് വന്ന് അഭയം ചോദിച്ചതുകൊണ്ട്. സുബ്രഹ്മണ്യം അങ്ങനെയാ, തേടിയെത്തുന്നവരെ ഒരിക്കലും കൈയൊഴിയില്ല. ഇപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവായില്ലേ? ഇനി എന്താ വേണ്ടത്? വേണ്ടത് അവനെയാണ്, ആ ശിവനെ. അതാ അച്ഛാ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. അവൻ എന്റെ അടുത്തില്ലെന്ന്. പിന്നെ ഇനി അവനെങ്ങാനും തിരികെ എത്തിയാൽ ഞാൻ അച്ഛനെ വിവരം അറിയിക്കാം. നമ്പരൊക്കെ എന്റെ അടുത്തുണ്ട്. അപ്പൊ ശരി. ശരി. അപ്രതീക്ഷിതത്വങ്ങളിലൂടെയാ എപ്പോഴും ജീവിതം സഞ്ചരിക്കുന്നത് അല്ലേ? സാഹിത്യം എനിക്ക് വശമില്ലാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതിന് മറുപടി ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരിടത്ത്, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു നിൽക്കുന്ന കാര്യം ചിന്തിക്കാനേ എനിക്ക് കഴിയില്ലായിരുന്നു. കോളേജിന്റെ ഇടനാഴികളിലും ക്യാൻറ്റീനിലും ഒക്കെ പരസ്പരം അടക്കി പിടിച്ച് സംസാരിക്കുന്നവരെ കാണുമ്പോൾ മനസ്സിൽ ചെറിയൊരു ചിരിയായിരുന്നു. പ്രായത്തിന്റെ എടുത്തുചാട്ടം, ചാബല്യം, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നത്. എന്നുവെച്ച് ഈ പറഞ്ഞതിന് ഇപ്പൊ അതൊക്കെ അങ്ങ് മാറിയെന്നർത്ഥമില്ല കേട്ടോ. അർത്ഥം വായിക്കാനും ചിക്കി ചേഞ്ഞ് പരിശോധിക്കാനൊന്നും ഞാനില്ല. താൻ പറയുന്നു, ഒരു കേൾവിക്കാരൻ മാത്രമായി ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് കാര്യമില്ലല്ലോ. എന്താ കിച്ചുന്റെ മനസ്സില്? അതെന്നോട് തുറന്നു പറയണം. എവിടെങ്ങനെ തെങ്ങിൻതോപ്പിലൊരു കൂടിക്കാഴ്ചയും
ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, എന്താ തന്റെ മനസ്സിൽ? ഈ തെങ്ങിൻ തോപ്പിലെ കൂടിക്കാഴ്ചക്ക് താനെന്നാ സമ്മതിച്ചത്? എന്റെ മനസ്സിൽ പേടിയാ. പിന്നോട്ട് തിരിഞ്ഞു ചിന്തിക്കുമ്പോ ഒട്ടും സുഖകരമല്ലാത്ത കുറെ ഓർമ്മകൾ, മുന്നോട്ട് ചിന്തിക്കുമ്പോ വല്ലാത്ത ഭയം. ഞാനല്ലാതായി തീരുന്നുണ്ടോ? എന്റെ വ്യക്തിത്വം എനിക്ക് കൈമോശം വന്നു പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള ഭയം. അതിനങ്ങനെ സംഭവിച്ചാലല്ലേ? എന്നായാലും എല്ലാത്തിനെ കുറിച്ചും ചിന്തിക്കണം. തനിക്കതിനിപ്പോ സമയമായി. ഇല്ല, അതിനുള്ള സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. തളച്ചിടപ്പെടുന്നതിന് മുൻപ് കുറെ കൂടിയൊക്കെ ചെയ്യാനുണ്ട്. മറ്റൊന്നും തൽക്കാലം ഞാൻ ചിന്തിക്കുന്നില്ല. വേണ്ട, ചിന്തിക്കണ്ട. പിന്നീട് എപ്പോഴെങ്കിലും ചിന്തിക്കുന്നൊരു സമയം വരുമ്പോ